നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുമ്പോൾ വീണ്ടും ആക്രമണം ശക്തമാക്കും എന്ന നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ. അതായത് ഇറാനെതിരായി ഇസ്രയേൽ ആക്രമണം യിലെ സ്ഥലങ്ങളിൽ നിന്നും നടത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പേർഷ്യൻ ഗൾഫിലെ ഇറാനിയൻ ദ്വീപുകളായ അബു മൂസ, ഗ്രേറ്റ് തുൻബു എന്നിവയെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിന് യുടെ സ്ഥലങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇറാന്റെ ഈ താക്കീത്. ആക്രമണത്തിനായുള്ള വിക്ഷേപണ ദൗത്യങ്ങൾ നടക്കുന്നത് യുടെ മണ്ണിലാണെന്നാണ് ഇറാന്റെ കമാൻഡർ യൂണിറ്റ് വ്യക്തമാക്കിയത്. ഇതിനെതിരെയാണ് ഇറാൻ ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാനിലെ സൈന്യത്തിനും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിനും ഇടയിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഇറാനിലെ ഏറ്റവും ഉയർന്ന ഓപ്പറേഷണൽ കമാൻഡ് യൂണിറ്റായ ഖദം അൽ അൽബിനിയൻ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് മുന്നറിയിപ്പ് നൽകിയത്. ഞങ്ങൾ മുമ്പ് പ്രഖ്യാപിക്കുകയും പ്രായോഗികമായി തെളിയുകയും ചെയ്തതുപോലെ ഞങ്ങളുടെ രാജ്യത്തിനും അതിന്റെ പരമാധികാരത്തിനും എതിരായ ഏതൊരു ആക്രമണത്തിന്റെയും ഉത്ഭവത്തെ ഞങ്ങൾ തകർക്കും എന്നായിരുന്നു ഇറാൻ വ്യക്തമാക്കുന്നതും. ഇറാന്റെ ദ്വീപുകൾക്കെതിരെ യുഎയിൽ നിന്നും ഇനിയും ആക്രമണം ഉണ്ടായാൽ ഇറാന്റെ ശക്തമായ സായുധ സേന യുഎയിലെ റാസൽ ഖൈമയെ തകർക്കുമെന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ ഭീഷണി ഉയർത്താനുള്ള ഇറാന്റെ സൈനിക ശേഷി നശിപ്പിച്ചു എന്ന വാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യുഎസ്. ഇക്കാര്യം യുഎസിന്റെ സൈന്യം അവകാശപ്പെട്ടിരിക്കുകയാണ്. ഇറാൻ അവരുടെ ക്രൂയിസ് മിസൈലുകളും മറ്റ് ആയുധങ്ങളും സൂക്ഷിച്ചിരുന്ന ഭൂഗർഭ സ്ഥിതി ചെയ്യുന്ന സംഭരണശാലകളെയെല്ലാം ബോംബിട്ട് തകർത്തതോടെയാണ് ഇത് സാധ്യമായത് എന്നാണ് സെൻട്രൽ കമാൻഡർ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന ചരക്കു കപ്പലുകളെ ആക്രമിക്കുന്നത് നിർത്തണമെന്നും കടലിടുക്ക് തുറക്കണമെന്നും ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് 22 രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവന ഇറക്കിയത്. ബഹ്റൈൻ, ബ്രിട്ടൻ, ജർമ്മനി, ജപ്പാൻ, ഫ്രാൻസ്, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ പ്രസ്താവനയിൽ ഒപ്പിട്ടിരുന്നു. അതിനിടെയാണ് ഹോർമുസിലൂടെ ജപ്പാൻ കപ്പലുകളെ കടത്തിവിടുമെന്നും ഇറാൻ വ്യക്തമാക്കിയത്. ഇറാനുമായി ബന്ധമുള്ള ദുബായിലെ ആശുപത്രി പൂട്ടാൻ ഉത്തരവിട്ടു എന്ന റിപ്പോർട്ടുകളും എത്തിയിട്ടുണ്ട്. ഹോർമുസ് ഉപരോധത്തിൽ ഇറാനെതിരെ വീണ്ടും ഭീഷണി ഉയർത്തിയ അമേരിക്ക രംഗത്ത് എത്തിയിരിക്കുകയാണ്. 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകിയില്ല എങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങളെ തകർത്ത് തരിപ്പണമാക്കും എന്നാണ് ട്രംപ് നൽകുന്ന മുന്നറിയിപ്പും അല്ലെങ്കിൽ താക്കീതും. പറഞ്ഞ സമയത്തിനുള്ളിൽ ഹോർമൂസ് ഉപരോധം പിൻവലിച്ചില്ല എങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങളെ അമേരിക്കൻ ആക്രമിച്ച് ഇല്ലാതാക്കുമെന്നാണ് ട്രംപ് തന്റെ സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തമാക്കിയത്. ഇറാൻ സംഘർഷം വീണ്ടും രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഭീഷണി എത്തിയത്. എന്നാൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്കെതിരെ എന്ത് ആക്രമണം ഉണ്ടായാലും കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാൻ നൽകിയ മറുപടി. അതായത് പേടിച്ച് പിന്നോട്ടുപോകാൻ ഇറാൻ ഇല്ല എന്ന്. ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയായിരുന്നു ഇറാന്റെ പ്രതികരണം എത്തിയത്. ഇറാന്റെ സൈനിക കമാൻഡർ ഖദം അൽ അൻബിയാണ് അമേരിക്കയ്ക്ക് മറുപടി നൽകിയത്. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ അമേരിക്കയുടെ എല്ലാ ഊർജ്ജ വിവര സാങ്കേതിക വിദ്യ ശുദ്ധീകരണശാലകൾ എന്നിവ കേന്ദ്രീകരിച്ച് തിരിച്ചടിക്കുമെന്നാണ് ഇറാനിയൻ കമാൻഡർ വ്യക്തമാക്കിയത്. അതേസമയം സൗദി അറേബ്യയിലെ ഇറാനിയൻ എംബസിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥനോടും മറ്റ് 2 ഇറാനിയൻ പ്രതിനിധികളോടും രാജ്യം വിടണമെന്നും സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇറാനിൽ നടക്കുന്ന സംഘർഷം ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധങ്ങളെ ബാധിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സൗദി പ്രതിരോധ മന്ത്രാലയത്തിന്റെ പുതിയ നടപടി എത്തിയത്. അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങൾക്കെതിരായ ഇറാനിയൻ ആക്രമണങ്ങളെയും സൗദി അറേബ്യ ആവർത്തിച്ച് അപലപിക്കുകയും ചെയ്തു.